35, 36, 40, 50. കൊടുത്തില്ലെങ്കിൽ സാറ്റേ മുടിയിട്ടോ കണ്ട് സാറ്റ് ചേട്ടൻ എവിടെ പോയി വിളിച്ചിരുന്നാലും ചേട്ടന്റെ മുടി മാത്രം തള്ളിരിക്കും. ഇവിടെ സ്ഥലമില്ലാത്തോണ്ടാ മഷി ടോക്കിയാലും കിട്ടില്ലല്ലോ. ഇത്രയും വലിയ വീട്ടിൽ ചേട്ടന് മാത്രം വിളിക്കാൻ സ്ഥലം കിട്ടി. വേറെ നീ ഇവിടെ തോന്നു അതിപ്പോ തന്നെ ഞാൻ പറയുന്നത്. പിന്നെ ചിറ്റപ്പനെ നീ കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടും. തലേ മുടിയില്ലല്ലോ, അതുകൊണ്ട് നീ കുറച്ച് കഷ്ടപ്പെടൂടാ. ചേട്ടൻ എവിടെ വിളിച്ചിരുന്നേ? അടിയിൽ നീ എങ്ങനെ കണ്ടുപിടിച്ചേ? അതും മുടി ഇങ്ങനെ നല്ലതാണ്. കൊറേ നേരം കഥകളി കളിക്കണ. എടാ ഒന്ന് അങ്ങോട്ട് കേറി വാ. എന്തോ കാണിച്ചത് നീ ഒളിച്ചു കളിക്കായിരുന്നു. അയ്യടാ കളിക്കാൻ കണ്ട പ്രായം. എടാ 10-40 വയസ്സായില്ലേ? എടാ കേറി വാടാ. കളിച്ചോടി അവിടെ തേങ്ങ തീരാ. നീ ഇപ്പൊ കളിക്കണ്ട, കൊച്ചു പിള്ളേർ അവിടെ കളിച്ചോളൂ. നീ ഇങ്ങി വാ. ഇവിടെ കിടന്ന് ഓരോ ജോലിക്ക് ആളിനെ അന്വേഷണം എടുക്കണം. അവൻ കളിക്കണം. കേറി വാ. ശരി പോവോ. പാവം ചിറ്റപ്പ്. അതെ, ഇവിടുത്തെ മുടിയിൽ തന്നെ ചിറ്റപ്പനാ. നമുക്ക് പിന്നെ അടുത്ത ചിറ്റപ്പനില്ലാതെ ഞാൻ കളിക്കില്ല. ഇത് ചീറ്റിങ് ശരിയല്ല. കളിക്കുന്ന പറഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാം. ഈ കളി നമുക്ക് വേറെ മാറ്റി പിടിക്കാം. ചേട്ടാ ആടിയങ്ങട് ഞാൻ പെട്ടെന്ന് മാത്രം പോയിട്ട് വേട്ടാ. ഓരോന്ന് വലിച്ചേരി കേറ്റിട്ട്. ചേട്ടാ നമ്മള് രണ്ടാള് മാത്രമല്ലേ ഉള്ളൂ. നമുക്ക് രാജ്യം ഇട്ടൂലി കളിക്കാം. ഇട്ടൂരിയാ? ഇട്ടൂരി അല്ല, ഇട്ടൂലി. അറിഞ്ഞൂടെ? ഇട്ടൂലിയുടെ അറിയില്ലേ? എനിക്കറിയാം. പിന്നെ ഒളിപ്പിച്ചു വെച്ചിട്ട് അത് കണ്ടുപിടിക്കണം. ഒരാൾ ഒളിപ്പിച്ചു വെക്കും, ബാക്കിയുള്ള ഒരാൾ പിന്നെ ബാക്കിയുള്ള ആരെങ്കിലും ഒരാൾ പോയി പിന്നെ കണ്ടുപിടിക്കും. പിന്നെ ഇവിടെ കിടക്കാന്ന് വെക്കും. ഞാൻ ഇവിടെ വന്ന അമ്മ പറയും ഇവിടെ ചൂടാ. പിന്നെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അമ്മ പറയും ഇംഗ്ലീഷ് മാത്രം അറിയുള്ളൂ കേട്ടോ. എന്ത് ഇതെങ്ങനെ നിങ്ങൾ അറിഞ്ഞു? എന്റെ വീടല്ലേ, എനിക്ക് ഇവിടെ എല്ലാത്തിനും ഞാൻ ഇവിടെ കളിയൊക്കെ തുടങ്ങാം. പക്ഷെ കള്ളക്കളി കളിക്കണവരൊക്കെ പുറത്താക്കാം. എന്തോന്ന് രണ്ടുപേരെ മാത്രമേ എനിക്ക് സംശയമുള്ളൂ. എന്തോന്ന് കളിക്കാൻ മതി. കളിക്കാൻ മൈതാനം കൊണ്ട് പറഞ്ഞാൽ ആദ്യമായിട്ട് കാണണം. ഇത് കാണിക്കല്ലോ ഞാനോട്ട് കളിക്കാം. അതൊക്കെ ഞാൻ അമ്മ ഏൽപ്പിച്ചിരുന്നു. അമ്മ ഏൽപ്പിച്ചിരുന്നു. കള്ളക്കളി കളിച്ചാൽ സോമാർ പറഞ്ഞത് നമ്മൾ പണ്ട് കളിക്കണ പിന്നെ ഇട്ട് കണ്ടുപിടിക്കുന്നത്. അതാണോ? പിന്നെ എനിക്കത് അറിയാം. അപ്പൊ അച്ഛനോട് ഒരു പിന്നെടുക്കാൻ രണ്ടുപേരാ. നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ കൂടെ കിട്ടി അങ്ങോട്ട് നീക്ക്. അവിടെ കണ്ണടച്ച് കുഞ്ഞു കുഞ്ഞിനെ കളിച്ച് അമ്മ ഈ പിന്നെ ഒളിപ്പിച്ച് വെക്കാം. കുഞ്ഞ് കണ്ടുപിടിക്കണേ പിന്നെ അവിടെ പോയി ഒളിച്ചിരുന്നോ? ഇവിടെ ഒളിച്ചിരുന്നോ? കണ്ണടച്ചിരുന്നോ? അച്ഛൻ ചില സമയത്ത് തലതിരിഞ്ഞ സ്വഭാവം. ചുമ്മാ ഇരിക്കച്ച എന്നെയാണ് എന്തെങ്കിലും പറ. എന്തെങ്കിലും പറയാനായിട്ട് ചൂട് വേണ്ടേ? ആർക്കെങ്കിലും ചൂട്? ഒരാൾക്കൊരു ചൂടില്ല. മണ്ണിന്റെ അടിയിലും സോമാറും. വിഷ്ണുവിനും ചൂട്, ശിവയ്ക്കും ചൂട്, സുരേന്ദ്രനും ചൂട്. എല്ലാവർക്കും ചൂട്. അപ്പൊ ഇതാ നോക്കട്ടെ.
അവിടെ ചൂടുണ്ടായിരുന്നേ പിന്നെ എടുത്തുണ്ടോ പിന്നെ എനിക്ക് പിന്നെ ഇതാണ് ഇതന്നെ ഇതല്ലേ അല്ല ഇതാ അമ്മ സത്യം പറഞ്ഞ അതല്ല ജയിച്ച ആൾക്കാർക്ക് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുക്കണം കള്ളക്കളി കളിക്കണം അല്ലേ ഇല്ല വലിയ പിന്നെ എനിക്ക് പിന്നെ അറിയാം ചെറിയൊരു എന്ത് ചെറ്റത്ര ഭർത്താവിനോട് വെക്കണം ഇതല്ല ഞാനാണ് കളക്കളിക്കല്ലേ കളക്കളിക്കല്ലേ ഞാൻ കളകളൊന്നും കളിക്കൂല എടേ തിരിഞ്ഞാ ചൂട് നടപ്പം പറയേ ചൂട് ചൂട് മണ്ണിനെ ആർക്ക് ചൂട് മുടിയൊരു ചൂട് മുടിയൊരു ചൂടോട് എന്തൊരു ചിറ്റപ്പ മാറിക്കുന്നു മുടിയൊരു ചൂട് ചൂടാ മണ്ണിലടിയിലല്ലേ പൂത്തി വെച്ചിട്ടുണ്ടോ മണ്ണിലടിയിൽ ചൂടോട് ചൂട് മുടിയൊരു ചൂട് ചൂടാ മുടിയൊരു ഭയങ്കര ചൂടാ മുടിയിൽ മാത്രമേ ചൂടുള്ളൂ അവിടെ പോകുമ്പോ ചൂടെങ്ങനെ ഇവിടെ നിൽക്കും മുടിയിൽ മാത്രമേ ചൂട് പാടുള്ളൂ മുടിയുടെ ചൂട് ഞാൻ പിന്നെ എടുത്ത് തരും ഒന്നേ മുടിയുടെ ചൂട് രണ്ടേ ചൂട് 5 6 8 9 10 വാ എടാ ഇവിടെയാണ് കുടിച്ചിട്ടത് ചൂടാവും പിന്നെ ഇവിടെ ഇരുന്ന് നോക്ക് നീ ഇരടാ ഓടിച്ച് ഞാൻ എന്റെ കളിക്ക് കഷ്ടമാണ് നോക്ക് അമ്മ നേരത്തെ കള്ളത്തരല്ല അച്ഛൻ കാണിച്ചേ ഇല്ല അത് കള്ളത്തരം കാണിച്ചു ഈ അമ്മ അച്ഛന് മൊത്തം കള്ളത്തരോ കുടുംബം മൊത്തം കള്ളത്തരം നിങ്ങൾ ചേട്ടാ ശരിയല്ല കേട്ടോ അതെനിക്ക് നേരത്തെ അറിയാലോ എനിക്ക് മുടിയില്ലാത്ത ഭാഗ്യം അല്ലെങ്കിൽ എന്റെ തല ഇട്ടേനെ ഇത് ഉണ്ടായി തന്നെ എത്ര ഉണ്ടാവാനാ ഇത്രല്ലേ ഉണ്ടാവുള്ളൂ ഇല്ലല്ലോ എന്തോ ഭാര്യ ഇട്ട എന്തെങ്കിലും ഭാര്യയുടെ വല്ലതും വേണ്ട തലേന്ന് തലയ്ക്കകത്തുമില്ല പുറത്തുമില്ല സുരേന്ദ്ര ഓ പണ്ടൊക്കെ നിനക്ക് കുറച്ച് സത്യത ഉണ്ടായിരുന്നു കള്ളക്കളി പഠിച്ചതേ എന്റെ പെണ്ണ് കിട്ടിയെന്നാടാ ഞാൻ സ്വന്തം വീട്ടിലാണ് കിടക്കണേ എന്തിന് കള്ളക്കളി വേറെ പോയി കിടക്കണത് നീ എന്ത് കള്ളക്കളി കളിക്കണത് ആര് കള്ളക്കളി നമ്മളെ കാണാൻ നമ്മളെ മക്കൾ പഠിക്കുന്നത് അപ്പൊ നമ്മൾ കള്ളക്കളി കളിക്കാൻ പാടില്ല അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് അത് നീ ആദ്യം മനസ്സിലായി നമ്മളെ ഞാനല്ല കള്ളായി കള്ളം ഞാനാ കള്ളായി അവനാണ് കള്ളക്കളി കാണിച്ചത് ചോദിച്ചു നിങ്ങൾ ഭൂലോക കള്ളന്മാരെന്നുള്ളത് ഈ ലോകത്തുള്ള എല്ലാ പേർക്കും അറിയാം ഞാൻ അത് പറയാനല്ല വന്നത് എടാ നിന്റെ കടയിൽ കള്ളം കയറിയെന്ന് നോക്കാണ് ചെന്ന് എപ്പോ കയറിയതാ എല്ലാം പോയാ ഞാൻ സമ്പാദിച്ചു വെച്ചെല്ലാം കൊണ്ട് പോയാ സംഭവിച്ചത് ഇത്ര കൂടുതൽ ഫീൽ ചെയ്യണ്ട നീ ഇവിടെ സമ്പാദിച്ചു അച്ഛൻ പൈസ ഇറക്കണ് അച്ഛൻ 1 ലക്ഷം രൂപ വന്നു നീ 50,000 കച്ചവടം അടിക്കുന്നു 50,000 നീ വെട്ടുന്നു ബാക്കി അച്ഛന് 10,000 കൊണ്ട് കൊടുക്കുന്നു നിന്റെ പൈസ അല്ലല്ലേ അപ്പൊ ഇത്രയും ഫീലിന്റെ ആവശ്യമൊന്നുമില്ല ഇന്ന് വലിയ പറയണത് ഈ കടയിലെ പൈസ പറഞ്ഞാൽ അവന്റെ പൈസ അല്ല അച്ഛന്റെ പൈസയാ അച്ഛന്റെ പൈസ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൂടി പൈസ അല്ലേ എന്റെ പൈസ കൂടെ നീ തൊപ്പിട്ട് കളഞ്ഞു കൊണ്ട് കൊടുത്തത് അറിയാനക്ക് ഞാൻ പറയണത് ചേട്ടത്തി ഞാൻ രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ നീ വിഷമിക്കണ്ട അങ്ങനെ ഇതെന്താ വെള്ളരിക്കാൻ പറ്റണോ കടയിൽ കള്ളം കയറിയിട്ട് കള്ളൻ അങ്ങനെ സാധനങ്ങളും കൊണ്ട് പോവാന്ന് വെച്ചാ നമുക്ക് പോലീസ് കേസ് കൊടുക്കാന്നേ അപ്പൊ പിന്നെ സാധനങ്ങൾ തിരിച്ചിട്ടൂലേ ഇനി എന്തിന് കേസ് പോയില്ല എല്ലാം പോയില്ല അങ്ങനെ പോയില്ല സംഭവം അല്ല പ്രത്യേകിച്ച് ഇത്ര ഫീലിങ്സ് ഞാൻ പറയണ് നിന്റെ പൈസ പോയി പക്ഷെ ആ പൈസ സത്യസന്ധമായ പൈസ അല്ല നീ കള്ള തൂക്കിലൂടെ നീ അടിയിൽ ത്രാസിന്റെ അടിയിൽ മറ്റേ കാന്തം വെച്ചിട്ടാണ് നീ തൂക്കണത് എടാ ഓരോ പൈസ ഉണ്ടാക്കുമ്പോൾ എനിക്കറിയടാ എടാ അത് കളക്കിപ്പെടാത്ത പൈസ ഇല്ലടാ അതുകൊണ്ട് കള്ളം കൊണ്ടുപോല് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല പക്ഷേ ശൂലംകുടി വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ശൂലംകുടി വീട്ടിൽ നടത്തുന്ന ഒരു കടയിൽ ഒരു കള്ളം കയറിയപ്പോൾ അവിടെ എനിക്ക് ഇടപെടാതിരിക്കാൻ നിർത്തിയില്ല നമ്മളെ പോലീസിൽ അന്വേഷണം നടത്തേണ്ടി വരും ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ബാലുവിന്റെ കാര്യം
എന്ന് പറഞ്ഞ ആ സമയത്ത് എന്ത് പറയാൻ അറിഞ്ഞൂടാ നിനക്ക്? ബാക്കിയുള്ള നിനക്ക് അല്ലെങ്കിൽ എങ്ങനെയുള്ള നീ വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞില്ല കേസ് കൊടുക്കാം. ബാലു ഈ പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. പോലീസ് കംപ്ലൈന്റ് കൊടുക്കാം. പക്ഷെ അതിന് മുമ്പായിട്ട് പേഴ്സണലായിട്ട് എനിക്കൊന്ന് അന്വേഷിക്കണം. മര്യാദ നിങ്ങൾ ആ സമയത്ത് എന്ത് പറയാൻ അറിയണം? നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തെങ്കിലും സീരിയസ് ആയിട്ട് എടുക്കുന്നേ. പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. ബാലു പോയി. അതെ, കേസ് അന്വേഷണം തടസ്സം നിൽക്കുന്ന ആരായിരുന്നാലും ഞാൻ വച്ചു ഉറപ്പിക്കില്ല. ഇങ്ങനെ ആഹാരം കൊടുത്ത് ബസ് വണ്ടി കൂലി കൊടുത്തിട്ട് അങ്ങനെ ആരിനാണ് പറഞ്ഞേക്ക് ഇറങ്ങി പോ. ഞാൻ അന്വേഷിക്കും. തെളിവില്ലാത്ത പല കേസുകളും കുടുംബത്തിനകത്തുള്ള പല കേസുകളും ഞാൻ തെളിയിച്ചിട്ടുണ്ട്. നിനക്കറിയാല്ലേ, ബാലുവിന്റെ ബുദ്ധി അറിയാല്ലേ? അതുകൊണ്ട് ഈ കേസ് ഞാൻ തെളിയിക്കും. ഞാൻ അന്വേഷിച്ചിരുന്നത് കാര്യം പോകേണ്ടതൊക്കെ പോയില്ല. നീ കടയിൽ പോയി നോക്കാറുന്നില്ലേ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന്? എടാ, എത്ര കള്ളം ചെയ്താലും കള്ള ഒരു തെളിവ് ബാക്കി വെച്ചേക്ക്. അതാണ് കള്ളനെ കൊടുക്കുന്നത്. അത് ലോക സത്യമാണ്. അതുകൊണ്ട് ബാലു ഇറങ്ങി തിരിക്കുകയാണ്. നീ അത് തിരിക്കാനും കുഴപ്പമില്ല. നീ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നെ ഇത്രയൊക്കെ കരയാതെ വിഷമിക്കണ്ട. ചേട്ടനല്ലേ പറഞ്ഞത്? അതിനെന്താ ഇപ്പൊ? അല്ലെങ്കിൽ അവ അങ്ങനെ തന്നെ അടുത്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ. ഇത് ബാലു ഇപ്പൊ നീ കരയണ്ട. ഒന്നാ നിന്റെ പൈസ അല്ല പോയത്, എന്റെയും കൂടെ പൈസ. എന്തോ ബാലു ഇത്? ആരാ പൈസ? നീ കടയിൽ നീ കടയിൽ പോയി നോക്കുമ്പോ പോയി നോക്കിയിട്ട് എന്തൊരു കാര്യം പോകേണ്ടതൊക്കെ പോയില്ല. ഇന്നും പറഞ്ഞ കടയിൽ പോയി നോക്കണ്ടേ എന്തൊക്കെ പോയിട്ടുണ്ടെന്ന് നോക്കണ്ടേ? നീ കരയാ, നീ വാ. ചെല്ല്, രണ്ടും കൂടെ പോയി നോക്കിട്ടോ. ചെല്ലടാ. നമ്മളെ പൈസ ചെല്ല്. നിന്റെ പൈസ പോയെന്ന് പറഞ്ഞ കരയല്ല, നമ്മളെ പൈസ പോയെന്ന് പറഞ്ഞ കര. നിന്റെ പൈസ മാത്രം പോയാലേ, എന്റെ കൂടെ പൈസ എന്റെ ഉണ്ട്. പൈസ പറയണതാണ് എനിക്ക് വിഷമം. ദുർബലിനെ പിടിച്ചോട്ട് പോ. നീ പറഞ്ഞ അപ്പൊ നോക്കാല്ലേ? വാ, അവിടെ കയറി കുട്ടികൾ ചിന്താ മതിയല്ലോ. ഒന്ന് പോയിട്ട് വാലൊന്ന് ചെല്ലച്ചാ. പുച്ഛല്ല ഞാൻ പറഞ്ഞത്. പോയി നോക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ തണുത്ത് നിൽക്കണ എന്തിനാ? നിങ്ങളായിട്ട് അന്വേഷിക്കേണ്ട. പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുക. ചെന്നിട്ട് വിദഗ്ധമായ അന്വേഷണം. CBI ബാലു കൂടുതലായിട്ട് ചവിടണ്ട, അതോ പൊടിഞ്ഞു. വയസ്സായി. പണ്ടായിരുന്നെങ്കിൽ പൊടിയില്ലായിരുന്നു. 50 വയസ്സ് കഴിഞ്ഞ് എന്നിട്ടും പല്ലിട്ട് ഞവിടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് കഷ്ടമാണ്. ഏതാണ്ട് കറക്റ്റ് ഒരു ഉത്തരവില്ലേടേ? 40, 45, 40,000 രൂപ പോയി. ഇതിൽ എത്ര മണി കട കൂട്ടി? അതിപ്പോ 8 അത് കൃത്യതയില്ല. 8 നോട്ട് ദ പോയിന്റ്. പിന്നെ രാജേന്ദ്രൻ വന്നിരുന്നു അവിടെ? അല്ല, രാജേന്ദ്രൻ അണ്ണൻ വന്നിരുന്നോ? അണ്ണനെയും ചേട്ടത്തിന്ന് സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നിരുന്നു. ശർക്കര വല്ല എടുത്തോണ്ട് പോയാ? ശർക്കര മാത്രമല്ല, വീട്ടിലെ സാധനങ്ങൾ ഭയങ്കര ശർക്കര തീറ്റിയാണ്. അത് ചോദിച്ചതേ ഉള്ളൂ. വീട്ടിലെ സാധനം എല്ലാം കൊണ്ടുപോയി. ഈ കടയില് കാശ് പോയ വിവരം ആദ്യമായിട്ട് അറിഞ്ഞാരാണ്? ശങ്കരണ്ണ. ഞാൻ കടയിൽ വന്നപ്പോ ആ ചെറുക്കനാണ് എന്റെ അടുത്ത് പറഞ്ഞത്. കട ഇങ്ങനെ ചെറുക്കൻ ഇങ്ങോട്ട് നീങ്ങല്. അല്ല, ഞാൻ തിരി നീങ്ങിക്കുന്നത്. നീ പറയുമ്പോ നീങ്ങിക്കാൻ നിങ്ങൾ എപ്പോഴാണ് കട വന്നത്? കട വന്ന എപ്പോഴാണ്? നീ ഒരുപാട് കുറ്റവാളികളെ എന്നെ സംശയിക്കില്ലേ? പറഞ്ഞില്ല നിങ്ങളെ കുറ്റവാളിയല്ലേ? ഞാൻ തിരിയത് ഞാൻ ചോദിച്ചത് സമാനം പറയാം. എത്ര മണിക്കാണ് ഇവിടെ കട വന്നത്? കടയിൽ രാവിലെ വന്നു. രാവിലെ വന്നതാ? രാവിലെ എത്ര മണിക്ക് വന്നു? വെളുപ്പാൻ കറി ഇവിടെ ആരെ കാണാൻ വന്നു? ഇവനെ കാണാൻ വേണ്ടി വന്നേ. ഇവത്തിന് കുളിച്ചു ഇവിടെ തൊഴാൻ പറയുന്നത് അമ്പലം ഏത് പറയും? കള്ളം പറയുന്നത് എൻ്റെ അടുത്ത്. നിങ്ങൾ നോട്ടപ്പള്ളി ആയതുകൊണ്ട് മര്യാദ അടങ്ങിയതിൽ മര്യാദ ഞാൻ പറഞ്ഞ അനങ്ങത അവിടെ നിന്ന്. ഇതാര് കഴിച്ചത്? ഫിംഗർ പ്രിന്റ് നിങ്ങൾ പെരിച്ചാൽ കടയ്ക്കത് കയറിയാൽ മതി, എല്ലാം ഒന്ന് നശിപ്പിക്കാൻ വേണ്ടി.
ഇത് 10 രൂപ ഉണ്ടല്ലോടേ. ഓ ഇതൊക്കെ കിട്ടുമോ? തിരിച്ചു കിട്ടുമോ? കുറച്ചൊക്കെ കിട്ടും. കുറച്ചെന്ന് പിന്നെ ബാക്കി എപ്പോൾ കൊണ്ടുവരും? അല്ല അത് മാസം അക്കൗണ്ട് ഉള്ളവരുണ്ട്, ആഴ്ചയിലുള്ളവരുണ്ട്. മൊത്തം എഴുതി വെച്ചിരിക്കുകയാണ്. നീ പഴം മൊത്തം തിന്ന് നീക്കോ? പഴം തിന്നുകയാണെങ്കിലും അറ്റ ടൈമിന് ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം എനിക്കറിയാം. ആരൊക്കെയാണെന്നും അറിയാം. ആരാണ്? നിങ്ങളാവാം, നീ ആവാം, അച്ഛനാവാം, ഞാനാവാം. നോട്ട് ചെയ്യണോ അച്ഛാ? അത് കിട്ടും. ചീന മുട്ടയാണോ എൻ്റെ മാറണടാ, അതീ ചോട്ടാടാ. ഇതൊരു പഴയ ഞാൻ ഫിംഗർ പ്രിന്റിന് വേണ്ടിയാ. ഇവ എന്റെ പഴവുമായി തന്നെ ഇങ്ങോട്ട് പോണത്. എന്തിനാ നീ പറയാ നടക്കണേ? എന്തിന് സി ബി അന്വേഷണം നീ ആയില്ല. ആവുമ്പോ ഞാൻ പറയാം കേട്ടാ. ടു സ്റ്റെപ്പ് ബിഹൈൻഡ്. അപ്പൊ അറിയില്ല, ഇങ്ങനെ അറിയില്ല. ടീമിലില്ല, എടുക്കാൻ അറിയില്ല. നിന്റെ ഉലാത്തിൽ കാണാനല്ലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ ഇങ്ങോട്ട് പറയണം. കുറെ നേരമായി ഉലാത്തം തുടങ്ങിയിട്ട്. ഞാൻ കാര്യം പറയും. ഇങ്ങനെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ എൻ്റെ സി ബി അന്വേഷണം വഴിവിട്ട് നിന്നു പോകും. പേടിപ്പിക്കണം എന്തിനാണ്? ഒരു ഓഫീസറിന് അതിൻ്റെ ലെവലിൽ കാണണം അച്ഛൻ. കുറച്ച് കാണുന്നതിനാണ്. എനിക്ക് കുറച്ച് ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ട്. എന്ത് ക്ലാരിഫിക്കേഷൻ? ഇതിന് പഴഞ്ഞുണ്ടാടി. അതാണോ നിന്റെ ക്ലാരിഫിക്കേഷൻ? വിശക്കണം, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അണ്ണാ നിനക്ക് എന്തോന്ന് ക്ലാരിഫിക്കേഷൻ അറിയണം? ചോദ്യം ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് 2 വാക്കിൽ ഉത്തരം പറയണം. വല്ല നടക്കുന്ന കാര്യം വല്ല ഉണ്ടേ പറയടാ. ഞാൻ കാര്യം പറയാം കേട്ടാ. എന്റെ ഇൻവെസ്റ്റിഗേഷന് തടസ്സം നിൽക്കുന്ന ആരായിരുന്നാലും ചോറും കൊടുത്ത് പറഞ്ഞു തരും. ആരുടെ പറഞ്ഞേ അല്ലാതെ തോന്നുന്നു. അതെ എന്തിനാണ് സുരേന്ദ്രന്റെ കടയിൽ പോയത്? എനിക്ക് തോന്നി ഞാൻ പോയി. ആര് പറഞ്ഞു വിട്ട്? ആര് പറയണത്? എനിക്ക് തോന്നി ഞാൻ പോയടാ. എന്ത് കുഴപ്പമെന്ത്? മോഷണം നടന്ന ദിവസം തന്നെ പോണെന്നുള്ള നിയമം വല്ലതും ഉണ്ടോ? അയ്യോ ഇതെന്തൊരു കാര്യം? എടാ കള്ളൻ കയറി ഞാൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞത്. പിന്നെ മോഷണം പോയെന്ന് ഞാൻ പറഞ്ഞത്. ആരെങ്കിലും നിങ്ങളെ കടയിലോട്ട് പറഞ്ഞു വിട്ടോ ആ ദിവസം? എടാ എന്നാരും യാതൊരുവിധ പ്രകോപനമില്ലാതെ നിങ്ങൾ എന്തിന് കടയിൽ പോയി? എടാ എനിക്ക് തോന്നി ഞാൻ കടയിൽ പോയി. നോട്ട് ദ പോയിന്റ്. കടയിൽ കള്ളൻ കയറി എന്ന് പറഞ്ഞത് കുറ്റമായല്ലേ? മിസ്റ്റർ തമ്പി, എന്താടാ വിളിച്ചേ? അച്ചായി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ CBI ഓഫീസറാണല്ലോ. അങ്ങനെ ഒരു കാര്യം ചെയ്യട്ടെ. ഇത്രയും നാളായിട്ട് എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഇങ്ങനെയൊന്നും അച്ഛൻ മക്കൾക്ക് വേണ്ടി പൈസ വിട്ട് കളിക്കൂല. ആ അച്ഛൻ ഇവന് വേണ്ടി 3 ലക്ഷം കൊടുത്ത് സാധനം വാങ്ങാൻ വേണ്ടി എങ്ങനെ കൊടുത്തു? അത് പട്ടിയെ പോലെ പുറകെ നടന്ന് മോങ്ങിക്കൊണ്ട് നടന്ന എന്ത് ചെയ്യും? ഗതികേട് കൊണ്ട് കൊടുത്തു പോയല്ലേ? അപ്പൊ മോങ്ങി കിട്ടിയ കാശാണല്ലേ. നമുക്ക് മോങ്ങ അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ മോങ്ങി എപ്പോഴേ പൈസ വാങ്ങിച്ചനെ. എനിക്ക് മോങ്ങി അച്ഛൻ്റെ പൈസ വാങ്ങിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നിർത്ത് നിന്റെ ഇൻവെസ്റ്റിഗേഷൻ. ഈ CBI കളിയല്ല. പോയത് പോയി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പോയത് പറയാൻ പറ്റില്ല. അച്ഛൻ്റെ കൂടെ പൈസ എൻ്റെ കൂടെ പൈസയാണ്. അത് പോയത് ആ ഒരു വാക്ക് പറയരുത്. പോയാലോ ഇനി കിട്ടില്ലല്ലോ അച്ഛാ. ആ പൈസ ഇനിയിപ്പോ എനിക്ക് തരാൻ പറ്റൂല അച്ഛാ. അച്ഛൻ ക്ഷമിച്ചാരാ. നീ വിഷമിക്കണ്ട, അത് വേണ്ട. ഇനി മേലാൽ ഇത് ആവർത്തിക്കാതെ സൂക്ഷിക്കണം. ശരി, നോക്കി കണ്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ നിങ്ങൾ കോംപ്രമൈസ് ആയാ? പിന്നല്ലാതെ. അപ്പൊ ഇൻവെസ്റ്റിഗേഷൻ പഴയുണ്ടോ? ഉണക്ക് പിന്നെ പോയെടുത്തു. എത്ര പ്രാവശ്യം വിളിച്ചത് ഫോൺ എടുക്കാൻ പാടില്ല. ഫോൺ തിരക്കായിരുന്നോ? ഇത് നമ്മുടെ കടയിലെ പണിക്കാരൻ രമേശനല്ലേ? എന്താ രമേശ? അല്ല മറ്റേ അതെ നീ പോ ഞാൻ വരാം. അല്ല എനിക്ക് വൈകിട്ട് ഉത്സവത്തിന് പോണോണ്ണ. നീ പൈസ അല്ല പൈസ ഞാൻ പിന്നെ തരാം. നീ പോ. അല്ല അങ്ങോട്ട് തരാനാ വന്നത്. പൈസയാ? ഏത് പൈസ?
ഏത് പൈസ? നമ്മളെ അത് വേറെ ഒരാളിന് ഞാൻ കൊടുക്കാനുള്ള പൈസ ഞാൻ കൊടുക്കാം. അല്ല എന്നാ കടയിൽ നിന്ന് സാധനം മറിച്ച് വിറ്റിന്റെ പൈസ ആണ് വേണ്ടേ? ഇത് ഉമ്മ എന്താണ് അല്ല മലയാളം പറഞ്ഞപ്പോ മനസ്സിലായില്ലേ? പൈസ കൊടുത്തില്ല, സാധനം എടുക്കാം 1,00,000 രൂപ. അതവൻ തിരിച്ചു തരണ്ടേ? സാധനം വിറ്റിട്ട് അച്ഛൻ ആ പൈസ തരണ്ടേ? തരാതിരിക്കാൻ വേണ്ടി യവനായിട്ട് നടത്തിയ പ്ലാനാണ് കള്ളം കയറിയെന്ന്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നുണ്ട്? സുരേന്ദ്ര ഈ പറഞ്ഞ നേരാണോ? ചോദിച്ചില്ല എന്തോ ഒന്ന് കൊടു അച്ഛൻ ഒന്ന് കൊടു നേരാണോന്ന്. അത് പിന്നെ അങ്ങനെ സംഭവിച്ചു. എന്നോട് വാങ്ങിച്ച കാശും അതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് മുഴുവൻ തരാതെ ഈ പഠിക്കാതെ കയറി പോരുത്. അച്ഛാ കണ്ടുപോരുത്. ഇറങ്ങി പോടാ. അച്ഛാ അണ്ണാ ഞാൻ നിക്കണം പോണാ. നിന്നല്ലേ ഇത്ര നാളെ ചുമന്നത്? ഇനി നീ അവനെ ചുമന്നോണം. അച്ഛാ കാര്യമൊക്കെ ഞാൻ പറഞ്ഞോളാം. നിനക്ക് നാണാണോ നിനക്ക്? അച്ഛൻ്റെ പൈസ ഇങ്ങനെ നടത്താൻ ഒരു വാക്കെടുത്ത് പറയാൻ തറ. ഞാൻ കൂടെ നിൽക്കുന്നില്ല, ഞാൻ ഇപ്പൊ ടൈറ്റാണ്. എടുത്ത് പറയുന്നത് കണ്ടും കേട്ട് നിൽക്കണ്ടേ? എന്താണ് അവിടെ കൊടുക്കുന്നത്?